ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും അടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കർത്താവായ യേശുക്രിസ്തു തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം യേശുക്രിസ്തുവിനെ എത്രമാത്രം ഉയർത്താമോ അത്രയും ഉയർത്തി. ഒരു നാൾ വരും സകലരും യേശുക്രിസ്തുവിന് മുമ്പാകെ മുട്ടുമടക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാനം നൽകുവിൻ. ഇതാ യുഗാവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ക്രിസ്തു പ്രാപിച്ചിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ ദേശങ്ങളും പഞ്ചായത്തുകളും ചെറുതും വലുതുമായ എല്ലാ പ്രവിശ്യകളും ക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിലാണ്. അതുകൊണ്ടാണ് എല്ലായിടത്തും സുവിശേഷം പറയുവാനായി തൻ്റെ ശിഷ്യന്മാർക്ക് ദൗത്യം കൊടുക്കുന്നത്. ഈ ഭൂമിയിലെ എല്ലാ ദേശങ്ങളുടെയും അധികാരം ക്രിസ്തു തൻ്റെ കയ്യിൽ ഏറ്റെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂലോകത്തിലെല്ലായിടത്തും പോയി സുവിശേഷം പറയുവാൻ ശിഷ്യന്മാർക്ക് കൽപ്പന നൽകുകയില്ലായിരുന്നു. ക്രിസ്തു വീണ്ടും വരുമ്പോൾ സകലരുടെയും മുഴങ്കാലുകൾ മടങ്ങും. സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലുകൾ മടങ്ങും. ഇന്ന് ഭൂമിയിൽ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുണ്ട്. അന്ന് താല്പര്യമില്ലെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ യേശുവിന് മുമ്പാകെ മുട്ടുമടക്കും. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയും. പക്ഷേ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് അവർ സ്വർഗത്തിലേക്കല്ല പോകുന്നത്, അവർ നരകത്തിലേക്കാണ് പോവുക. ഈ ഭൂമിയിൽ സ്വമനസാലെ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുകയും അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കി അവിടുത്തെ ആരാധിച്ച് അനുഗമിച്ചു പോകുന്നൊരു വിശ്വാസി കർത്താവായ യേശുവിൻ്റെ വരവിൽ ഒന്നുകൂടി മുട്ടുമടക്കും. അവൻ മുട്ടുമടക്കി യേശുവിനെ ഏക കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലേക്കായിരിക്കും പോകുക. അന്ന് ക്രിസ്തുവിന് മുമ്പാകെ മുട്ടുമടക്കി നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ മുട്ടുമടക്കി അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ അനുഗമിച്ച് സ്വർഗത്തിൻ്റെ അവകാശിയാവുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെ മുമ്പാകെ സകല മനുഷ്യരുടെയും മുഴങ്കാൽ ഒരു നാളിൽ മടങ്ങും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച ശക്തനായ കർത്താവിനെ, സത്യദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അവിടുന്ന് ഒരു പരാജയപ്പെട്ട ദൈവമല്ല, അവിടുന്ന് മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റവനാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനമുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവം സത്യദൈവമാണല്ലോ, സർവശക്തനാണല്ലോ, രാജാതിരാജാവാണല്ലോ. ഈ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യം നാം മനസ്സിലാക്കിയാൽ, അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും പ്രാപിച്ച ശക്തനായ ദൈവമാണെന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ ഏത് നിരാശ വരുന്ന സാഹചര്യത്തിലും നാം തളർന്നു പോവുകയില്ല, നാം ബലപ്പെടും. സ്പർജൻ 22-ാമത്തെ വയസ്സിൽ വളരെ പ്രസിദ്ധനായ സുവിശേഷകനായി മാറി. 22-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു സുവിശേഷ യോഗത്തിന് പോയപ്പോൾ 10,000-ഓളം പേർക്ക് ഇരിക്കാവുന്ന വലിയ ഓഡിറ്റോറിയം മുഴുവൻ ആളുകളാണ്. ഈ 22 വയസ്സുള്ള സ്പർജൻ പ്രസംഗം ആരംഭിക്കാനായി തുടങ്ങി, പ്രാർത്ഥിച്ചു. എന്നാൽ ആ ഹാളിൽ സ്പർജൻ്റെ ചില ശത്രുക്കളും ഉണ്ടായിരുന്നു. ഗാലറിയിൽ ചിലർ നിൽക്കുന്നുണ്ട്, താഴെ ചിലർ നിൽക്കുന്നുണ്ട്. ചിലർ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, തീയ് തീയ്. ചിലർ ഇപ്രകാരം അപ്പോൾ പറഞ്ഞു, ഇതാ ഗാലറി താഴേക്ക് വീഴുന്നു. വാസ്തവത്തിൽ ഒന്നും സംഭവിച്ചിട്ടല്ല, ജനക്കൂട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ആ യോഗം കലക്കാൻ വേണ്ടി മനഃപൂർവ്വം ചിലർ പറഞ്ഞതാണ്. അങ്ങനെ തീയ് തീയെന്ന് പറഞ്ഞപ്പോൾ പലരും മരണവെപ്രാളത്താൽ ഓടി. ആ തിക്കും തിരക്കിലും ഏകദേശം 7 പേർ മരിക്കുകയും കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്പർജൻ ജനക്കൂട്ടത്തോട് ശാന്തമാകാൻ പറഞ്ഞുവെങ്കിലും അവർക്കത് അനുസരിക്കാൻ പറ്റിയില്ല. ഈ സംഭവം സ്പർജനെ, 22 വയസ്സുള്ള സ്പർജനെ വല്ലാതെ പിടിച്ച് തളർത്തി. അടുത്ത ആഴ്ച അദ്ദേഹം പ്രസംഗിച്ചില്ല. കുറച്ച് ദിവസം അദ്ദേഹം വളരെ ദുഃഖിതനായി. ഒരു ദിവസം സ്പർജൻ തൻ്റെ സുഹൃത്തിൻ്റെ തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ വാക്യം ഓടി വന്നു. നാം ചിന്തിക്കുന്ന വാക്യം, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് സ്പർജന് ശക്തി ലഭിക്കുകയും തൻ്റെ നിരാശ മാറുകയും ചെയ്തു. പിന്നീട് ലഭിച്ച ശക്തി ഉപയോഗിച്ച് ഈ വാക്യത്തെ ആസ്പദമാക്കി തന്നെ അദ്ദേഹം ശക്തമായി പ്രസംഗിച്ചു.
പിന്നെ പ്രസംഗം നിർത്തിയില്ല. ധാരാളം പ്രസംഗങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചു. ഇത് പറഞ്ഞതിൻ്റെ താല്പര്യം, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തടസ്സങ്ങളോ പ്രയാസങ്ങളോ മനസ്സിടിയുന്ന സാഹചര്യങ്ങളോ വരുമ്പോൾ ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുവിനെ ധ്യാനിക്കുക. എല്ലാ നിരാശയും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. കർത്താവായ യേശു ക്രിസ്തു തന്നെ താഴ്ത്തിയതുപോലെ മറ്റാരും താഴ്ത്തിയിട്ടില്ല. അതുകൊണ്ട് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ ഉയർത്തിയതുപോലെ മറ്റാരെയും ഉയർത്തിയിട്ടില്ല, ഉയർത്താനും പോകുന്നില്ല. എത്രമാത്രം താഴ്ത്തിയോ അത്രമാത്രം ക്രിസ്തുവിനെ ദൈവം ഉയർത്തി. അത് ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് നിരക്കുന്നതായിരുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ക്രിസ്തു ഏറ്റവും താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ചില വാക്യങ്ങൾ വായിക്കുകയാണ്. എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യം. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപ്പെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എഫെസ്യ ലേഖനം 4:10. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇനി കർത്താവ് തന്നെ പഠിപ്പിച്ചു, മത്തായി 18:4. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. മത്തായി 23:12. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. ലൂക്കോസ് 18:14. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. തന്നെത്താൻ താഴ്ത്തിയ പുത്രന് പിതാവ് സകല അധികാരവും നൽകി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും ഞാൻ പ്രാപിച്ചു എന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുകയുണ്ടായി. ദൈവം യേശുവിനെ ഉയർത്തിയതിന് ചില സ്റ്റെപ്പുകളുണ്ട്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനു മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഒന്നാമതായി ദൈവം അവനെ ഏറ്റവും ഉയർത്തി. രണ്ടാമതായി സകല നാമത്തിനും മേലായ നാമം നൽകി. മൂന്നാമതായി യേശുവിൻ്റെ നാമത്തെങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. നാലാമതായി എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും ചെയ്യേണ്ടി വരും. അങ്ങനെ ക്രൂശിലെ മരണത്തോളം അനുസരണം കാണിച്ച പുത്രനെ സ്വർഗത്തിന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവി പിതാവ് നൽകിയിരിക്കുകയാണ്. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുവാൻ അധികാരം പ്രാപിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാണ്, തൻ്റെ പുത്രനാണ്. വേറെ ആർക്കും, ഒരു വിശുദ്ധനോ ഒരു മാലാഖയ്ക്കോ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുവാനുള്ള യോഗ്യതയില്ല. ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 110:1. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. എല്ലാ നാമത്തിലും മേലായ നാമം ഏതാണ്? എല്ലാ നാമത്തിലും മേലായ നാമം തീർച്ചയായും അത് യേശു എന്ന നാമം തന്നെയായിരിക്കണം. കാരണം യേശു എന്ന പേർ നിർദ്ദേശിച്ചത് ദൈവം തന്നെയാണ്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിമോചിക്കാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അതുകൊണ്ട് സകല നാമത്തിലും മേലായ നാമം യേശുവിൻ്റെ നാമം. യേശുവിന് മുമ്പാകെ 3 ലോകത്തിലും ഉള്ളവർ, സ്വർലോകരും ഭൂലോകരും അധോലോകരും മുട്ടുമടക്കും. സ്വർലോകത്തിൽ ആരൊക്കെയാണുള്ളത്? മാലാഖമാരുണ്ട്, സറാഫുകളുണ്ട്, സ്വർഗീയ ജീവികളുണ്ട്, വിശുദ്ധന്മാരുണ്ട്. അവരെല്ലാവരും യേശുവിന് മുമ്പാകെ മുട്ടുമടക്കും. സ്വർലോകത്തിൽ ആരൊക്കെയുണ്ട്? നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 22-ാം വാക്യം. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിനാണ് ആത്യന്തികമായ മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ പുത്രനെയും സ്വർഗീയ ജീവികൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ മഹത്വപ്പെടുത്തുന്നതിൻ്റെ രംഗം വെളിപ്പാട് 5-ാം അധ്യായം 7-14 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു.
പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനസ്ഥൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000 1000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്വർലോകത്തിലുള്ള എല്ലാവരും യേശു ക്രിസ്തുവിന് മുമ്പാകെ മുട്ടുമടക്കും, യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയും. രണ്ടാമതായി ഭൂലോകർ, ഭൂമിയിലുള്ള രക്ഷിക്കപ്പെട്ട വിശുദ്ധരും രക്ഷിക്കപ്പെടാത്തവരും യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയും. ഇപ്പോൾ ഭൂമിയിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവർ സന്തോഷത്തോടെ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നു, അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു. എന്നാൽ കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കാൻ മനസ്സില്ലാത്തവരും നിർബന്ധമായും യേശു ക്രിസ്തുവിന് മുമ്പാകെ മുട്ടുമടക്കേണ്ടി വരും. ഇപ്പോൾ ഭൂമിയിൽ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുവാൻ മനസ്സില്ലാത്തവരും യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശുവിനെ ഏക കർത്താവ് എന്ന് ഏറ്റുപറയും. പക്ഷേ അന്ന് അവർ യേശുവിനെ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഏറ്റുപറഞ്ഞ് നരകത്തിലേക്കാണ് പോകുന്നത്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ യേശു ഏക കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇപ്പോൾ ഭൂമിയിൽ യേശുവിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഏറ്റുപറഞ്ഞ് സ്വർഗത്തിൻ്റെ അവകാശിയാകുക എന്നുള്ളത്. മൂന്നാമതായി യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയാൻ പോകുന്നത്, അവിടുത്തെ സന്നിധിയിൽ മുട്ടുകുത്താൻ പോകുന്നത് അധോലോകരാണ്. അധോലോകത്ത് ആരൊക്കെയുണ്ട്? പിശാചുക്കളുണ്ട്, ഭൂതഗണങ്ങളുണ്ട്, മാത്രമല്ല രക്ഷിക്കപ്പെടാത്ത മനുഷ്യാത്മാക്കളും അവിടെ ഉണ്ടാകും. അവരും മുട്ടുമടക്കും യേശു ക്രിസ്തുവിന് മുമ്പാകെ. അവരും യേശു ക്രിസ്തു ഏക കർത്താവ് എന്ന് ഏറ്റുപറയും. യേശു ക്രിസ്തുവിനെ ഏക കർത്താവ് എന്ന് ഏറ്റുപറയാത്ത ഒരു സൃഷ്ടിയും ഉണ്ടായിരിക്കുകയില്ല. നരകത്തിൽ ആരൊക്കെയുണ്ട്? 2 പത്രോസ് 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും. യൂദ 6-ാം വാക്യത്തിൽ POCയിൽ സ്വന്തം നില മറന്ന് തങ്ങളുടേതായ വാസസ്ഥാനം ഉപേക്ഷിച്ച് കളഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ നിത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ഓർക്കുക. അങ്ങനെ സ്വർലോകത്തിലുള്ളവരും ഭൂലോകത്തിലുള്ളവരും അധോലോകത്തിലുള്ളവരും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയും. ഈ വാക്യത്തിൽ 11-ാം വാക്യത്തിൽ എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തു കർത്താവ്, ഇവിടെ നമ്മുടെ രക്ഷിതാവിൻ്റെ മുഴുവൻ പേരും ഉപയോഗിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു കർത്താവ്. വെളിപ്പാട് 17:14 അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. 1-ാം നൂറ്റാണ്ടിൽ റോമ ചക്രവർത്തിമാർ പറഞ്ഞു, ഞങ്ങളാണ് കർത്താവ്, ജനങ്ങൾ ഞങ്ങളെ കർത്താവ് എന്ന് ഏറ്റുപറയണം. എന്നാൽ ക്രിസ്ത്യാനികൾ ഏറ്റുപറഞ്ഞില്ല. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അവർ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞു. അതിൻ്റെ ഫലമായി പലരും മരിച്ചു, രക്തസാക്ഷിയായി. ചക്രവർത്തിയല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. ഇന്നും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആരെങ്കിലും ക്രിസ്തുവിനെ നിഷേധിക്കാൻ പറഞ്ഞാൽ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറഞ്ഞ് മരിക്കാൻ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിൽ മഹാപ്രതിഫലം നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ നാമത്തെ ഏറ്റുപറഞ്ഞ് മരിക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു ഭാഗ്യ പദവി ഒരു ക്രിസ്ത്യാനിക്ക് ലഭിക്കാനില്ല. യേശു ക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിൽ മഹത്വമണിഞ്ഞവനായി ഉയർത്തപ്പെട്ടവനായിരിക്കുന്നു.
അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്ന ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം നൽകാൻ എൻ്റെ പക്കലുണ്ട്. എന്തുകൊണ്ടാണ് ഈ മഹത്വമണിഞ്ഞ ക്രിസ്തു ഉടനെ തന്നെ വരാതെ ഇത്രയും താമസിക്കുന്നത്? ക്രിസ്തു വീണ്ടും വരാൻ താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം പത്രോസ് പറയുന്നു, 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ അവിടുന്ന് വന്നത് അധികം പേരും അറിഞ്ഞില്ല. എന്നാൽ ഇനി രണ്ടാമത് വരുന്നത് രഹസ്യമായിട്ടല്ല, എല്ലാവരും കാണത്തക്ക രീതിയിലായിരിക്കും ക്രിസ്തു മഹിമയോടെ വരിക. രഹസ്യത്തിൽ വരേണ്ട കാര്യം ക്രിസ്തുവിനില്ല. മത്തായി 24:27 മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും. മത്തായി 24:30 അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ശ്രമത്തിൽ നിന്ദകൾ വരാം, എതിർപ്പ് വരാം, നഷ്ടം വരാം, ജീവൻ തന്നെ നഷ്ടമാകാം. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തെ ഏറ്റുപറയുകയും ആ നാമത്തെ മുറുകെ പിടിക്കുകയും ചെയ്യണം. വെളിപ്പാട് 2:13 നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ള സ്ഥലം എന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. സാത്താൻ്റെ സിംഹാസനമുള്ള സ്ഥലത്താണ് നീ പാർക്കുന്നത്. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. എന്താണ് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം? പീഡനങ്ങൾ, സാത്താൻ്റെ എതിർപ്പുകൾ, ദുഷ്ടരായ മനുഷ്യരുടെ എതിർപ്പുകൾ. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം വെടിയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം പരീക്ഷകളുടെയും പരിശോധനകളുടെയും മധ്യത്തിൽ, എതിർപ്പുകളുടെയും മധ്യത്തിൽ ഉപേക്ഷിക്കാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിനെയാണ് നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. 1 പത്രോസ് 4:14 ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൻ്റെ നാമം ഏറ്റുപറയുക, ക്രിസ്തുവിൻ്റെ നാമം മുറുകെ പിടിക്കുക, അതൊരു ഭാഗ്യപദവിയാണ്. 1 യോഹന്നാൻ 5:13 ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. വീണ്ടും ഫിലിപ്പി ലേഖനം 2:11 വായിക്കുന്നു, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയുന്നത് സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഈ ഭൂമിയിൽ യേശു ക്രിസ്തു എപ്പോഴും പിതാവിനെ അനുസരിച്ചു കീഴ്പ്പെട്ടു ജീവിച്ചു. സ്വർഗത്തിലും കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവത്തെ അനുസരിച്ചും കീഴ്പ്പെട്ടും ഇരിക്കും. പിതാവ് ഒരിക്കലും പുത്രന് കീഴ്പ്പെടുകയില്ല. എന്നാൽ പുത്രൻ എപ്പോഴും ഭൂമിയിലായാലും സ്വർഗത്തിലായാലും പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. എല്ലാ നാവും യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് യേശു ജീവിച്ചത്? തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി. ഭൂമിയിൽ യേശു പിതാവിനെ മഹത്വപ്പെടുത്തി, സ്വർഗത്തിൽ മഹത്വപ്പെടുത്തും. യോഹന്നാൻ 17:1 ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത്, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അത് പിതാവ് ചെയ്തു. യോഹന്നാൻ 17:4 ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇനി സ്വർഗത്തിൽ യേശു എന്തു ചെയ്യും? 1 കൊരിന്ത്യർ 15:24 24-28. 1 കൊരിന്ത്യർ 15 24-28 വരെ ഉള്ള വാക്യങ്ങൾ. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു.
ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെയത്രയെന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. എഫേസി 5:20 എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും പുത്രൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. യേശു ക്രിസ്തു ദൈവമാണ്. തോമസ് ലീഹ അത് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നാം യേശുവിനെ ആരാധിക്കണം. യേശു കർത്താവാണ്, നമ്മുടെ ദൈവമാണ്, സംശയമില്ല. എന്നാൽ ആത്യന്തികമായ എല്ലാ ആരാധനയും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിനായിരിക്കും. ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനെ കീഴ്പ്പെട്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയ ലേഖനം 2:12 പ്രവേശിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. ഫിലിപ്പിയ ലേഖനം 2:12 Therefore, my dear friends, as you have always obeyed, not only in my presence, but now, much more in my absence, continue to work out your salvation with fear and trembling. Continue to work out your salvation with fear and trembling. രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്നുള്ളത് ചില തർജ്ജമയിൽ കാണാം. എന്നാൽ ഇംഗ്ലീഷിൽ വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ, നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. ഏറ്റവും വലുത് ആത്മരക്ഷയാണ്. നല്ല ജോലി ലഭിക്കുന്നതിനേക്കാളും നല്ല വീട് ലഭിക്കുന്നതിനേക്കാളും വരുമാനം വർദ്ധിക്കുന്നതിനേക്കാളും ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം ഒരു മനുഷ്യൻ ആത്മരക്ഷ നേടുക. എങ്ങനെയാണ് ഒരുവൻ രക്ഷ പ്രാപിക്കുന്നത്? പ്രവർത്തികളാലല്ല, നമുക്കറിയാം. കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്, രക്ഷദാനമാണ്. എന്നാൽ അതേസമയം തന്നെ ദാനമായി ലഭിച്ച രക്ഷയെ നാം അവഗണിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുകയാണെങ്കിൽ രക്ഷ നഷ്ടപ്പെടും. ഏറ്റവും വലിയ ദാനമാണ് രക്ഷ. ഏറ്റവും വലിയ ഗിഫ്റ്റ് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇത് വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം ദാനമായി നൽകുന്നു. ഏറ്റവും വിലയുള്ളത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തരുമ്പോൾ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ലഭിക്കുകയാണ്. ഒരാൾ വില കൂടിയ ഒരു രത്നമാല നമ്മുടെ കയ്യിൽ തന്നാൽ അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. രക്ഷ എത്രയും വലുതാണ്. ഇത്ര വലിയ രക്ഷയെ അവഗണിച്ചാൽ ശിക്ഷാവധിയിൽ നിന്ന് നാം എങ്ങനെ ഒഴിവാക്കപ്പെടും? ഏറ്റവും വലുതാണ് രക്ഷ. ഏറ്റവും വലിയ രക്ഷ ഒരു വ്യക്തിക്ക് കിട്ടിയാൽ അത് കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും വളരെ വലുതാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ആ രക്ഷയ്ക്കനുസൃതമായ ഒരു ജീവിതം വേണം. രക്ഷ പ്രാവർത്തികമാക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു 10 വർഷം മുമ്പ് കൈപൊക്കിയതാണ്, ഇനി എൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം, എന്തായാലും വീണ്ടും ജനിച്ചു, സ്വർഗത്തിലെത്തിക്കോളും. അങ്ങനെ എത്തുകയില്ല. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കൃപയാൽ രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം വലിയൊരു ഉത്തരവാദിത്വം, നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കണം. ക്രിസ്തീയ കോളത്തിൽ 2 എക്സ്ട്രീമുകളുണ്ട്. ഒരു വിഭാഗം പറയുന്നത് കൃപയാലാണ് രക്ഷ, പ്രവൃത്തിയൊന്നും വേണ്ട, രക്ഷിക്കപ്പെട്ടു, ഇഷ്ടം പോലെ ജീവിക്കാം, നിശ്ചയമായ സ്വർഗത്തിലെത്തിക്കൊള്ളും.
മറുഭാഗത്തെ എക്സ്ട്രീം ഇങ്ങനെയാണ്: സ്വന്തം പ്രവൃത്തികളുടെ ഫലമായി മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. നാം ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്താൽ ദൈവം പറയും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക രീതിയിലുള്ള പുണ്യപ്രവൃത്തി നീ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വരൂ, സ്വർഗത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം. ഇത് രണ്ടും തെറ്റാണ്. ദൈവം സൗജന്യമായാണ് ഒരുവനെ രക്ഷിക്കുന്നത്. കൃപയാലാണ് ഒരുവനെ ദൈവം രക്ഷിക്കുന്നത്. ആ രക്ഷ സ്വന്തമാക്കിയവരെല്ലാം അതിനനുസൃതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. അല്ലാത്ത വിശ്വാസം ഒരുവനെ രക്ഷിക്കുന്നില്ല. അതാണ് യാക്കോബ് പറയുന്നത്, നിൻ്റെ വിശ്വാസം പ്രവൃത്തികളെ കൂടാതെ എനിക്ക് കാണിച്ചു തരിക. പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാസ്തവമായിട്ടും അവൻ്റെ വിശുദ്ധ ജീവിതം അതിനൊരു തെളിവായി നിൽക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും പറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. അതുകൊണ്ടെന്ന് പറഞ്ഞ് തുടങ്ങുന്നത് ഈ വാക്യത്തിൻ്റെ തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ താഴ്മയും ക്രിസ്തുവിൻ്റെ അനുസരണവുമാണ്. അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും അനുസരിക്കണം. ക്രിസ്തുവിൻ്റെ താഴ്മയെയും ക്രൂശ് മരണത്തോളമുള്ള അനുസരണത്തെയും വരച്ചു കാട്ടി പൗലോസ് പറയുകയാണ്, ഇനി നിങ്ങൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. അതിൻ്റെ അർത്ഥം ക്രിസ്തു എത്രമാത്രം അനുസരിച്ചുവോ, പിതാവായ ദൈവത്തെ അനുസരിച്ചുവോ, അത്രമാത്രം നിങ്ങളും അനുസരിച്ചേ പറ്റൂ, ദൈവത്തെ അനുസരിച്ചേ പറ്റൂ. അല്ലാതെ രക്ഷിക്കപ്പെട്ടു, ഇനി എൻ്റെ ബോധ്യങ്ങളനുസരിച്ച് ജീവിക്കാം, അങ്ങനെ സാധ്യമല്ല. തീത്തോസ് 3-4-5 വരെയുള്ള വാക്യങ്ങൾ: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത്. രക്ഷ ദൈവത്തിൻ്റെ കരുണയാലാണ്, കൃപയാലാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ഇനി സൽപ്രവൃത്തികൾ ചെയ്യണം. നാം പ്രാപിച്ച രക്ഷ സമ്പൂർണ്ണമാണ്. നാം പ്രാപിച്ച നീതീകരണം സമ്പൂർണ്ണമാണ്, സംശയമില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ടവർ രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. രക്ഷിക്കപ്പെട്ടവർ അതിന് യോഗ്യമായ ജീവിതം നയിക്കണം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടക്കുവിൻ. സുവിശേഷം വിശ്വസിച്ചു, ശരിയാണ്. തുടർന്ന് സുവിശേഷത്തിന് യോഗ്യമായ ഒരു ജീവിതം ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ടു, സൗജന്യമാണ് ആ രക്ഷ. രക്ഷിക്കപ്പെട്ടുവെങ്കിൽ ആ രക്ഷയ്ക്കനുസൃതമായ ഒരു വിശുദ്ധ ജീവിതം ഉണ്ടായേ പറ്റൂ. രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഉദാഹരണം പറയാം. ഒരു ധനവാന് ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം 3 വർഷം പ്രായമുള്ളപ്പോൾ എങ്ങനെയോ ആ കുട്ടി വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു. തുടർന്ന് ആ കുട്ടി തെരുവിൽ അലയുവാൻ തുടങ്ങി. ആ കുട്ടി തെരുവിലെ കുപ്പയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാ തെരുവ് കുട്ടികളെയും പോലെ തെരുവിലെ എല്ലാ ദുശ്ശീലങ്ങളും പഠിച്ചു. ഈ അപ്പൻ ഈ കുഞ്ഞിനെ അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്തിയില്ല. എന്നാൽ ഏകദേശം 20 വർഷം പ്രായമുള്ളപ്പോൾ ഭാഗ്യവശാൽ ആ ധനവാനായ പിതാവിന് തൻ്റെ മകൻ ഒരു തെരുവ് ബാലനാണ് എന്നുള്ള അറിവ് ലഭിച്ചു. അങ്ങനെ മകനെ കണ്ടെത്തി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. മകനും വലിയ സന്തോഷമായി, അപ്പനും വലിയ സന്തോഷം. പക്ഷേ ആ ധനവാനായ അപ്പൻ്റെ വീട്ടിൽ ചില മര്യാദകളോടെ പെരുമാറണം, അതൊന്നും ഈ കുഞ്ഞിനെ അറിയുകയില്ല. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മാനേഴ്സ് അറിയുകയില്ല, എങ്ങനെ ശരിക്ക് കുളിക്കണം അറിയുകയില്ല, എങ്ങനെ മാന്യമായി വസ്ത്രം ധരിക്കണം ആ കുഞ്ഞിനെ അറിയുകയില്ല. അവന് 20 വയസ്സായി എങ്കിലും യാതൊരു സംസ്കാരവും അവനില്ല. വീട്ടിലൊരു അതിഥി വന്നാൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് അവനറിയുകയില്ല. ഇപ്പോൾ അവൻ സ്വന്തം ഭവനത്തിലെത്തി, യാതൊരു സംശയവുമില്ല. ആ പിതാവിൻ്റെ മകൻ തന്നെ, സംശയമില്ല. പക്ഷേ ആ കുടുംബത്തിൽ ജീവിക്കുവാൻ യോഗ്യമായ ഒരു സംസ്കാരം ആ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല. ഇനി നീ പ്രാപിച്ച ഈ ഉന്നതമായ രക്ഷയ്ക്ക് യോഗ്യമായൊരു ജീവിതം നീ നയിക്കണം. നിൻ്റെ തെരുവ് സംസ്കാരം പാടില്ല. ഇതാണ് രക്ഷ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. അല്ലാതെ ആ തെരുവ് ബാലൻ വീണ്ടും ആ ഭവനത്തിൽ തെരുവ് സംസ്കാരം കാണിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം കഷ്ടമാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലെ ഒരു അംഗത്തിന് യോഗ്യമായ ഉയർന്ന സംസ്കാരമുള്ളവരാകണം. അതിന് ഓരോരുത്തരും പരിശ്രമിക്കണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം:
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. രക്ഷ കൃപയാലാണ്, രക്ഷ പ്രവൃത്തികളാലല്ല. അത് ദൈവവചനത്തിലെ നിഷേധിക്കാനാകാത്തൊരു സത്യമാണ്. എന്നാൽ സ്വീകരിച്ച രക്ഷ പ്രാവർത്തികമാക്കണം. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ് എങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ആ കാര്യം വ്യക്തമാക്കണം. ഒരു ഉദാഹരണം പറയാം. ഒരു ധനവാനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് തെരുവിൽ കിടക്കുന്ന ഒരു കുട്ടിയോട് അനുകമ്പ തോന്നി. ആ സ്നേഹവാനായ മനുഷ്യൻ ആ കുട്ടിയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ തൻ്റെ ഭവനത്തിലുള്ള ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ നന്നായി കുളിക്കണം, ഭക്ഷണം കഴിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ് ആ കുഞ്ഞിനെ അറിഞ്ഞുകൂടാ. അവൻ ആ പിതാവിൻ്റെ സ്വന്തം മകനാണ്, അവനെ ദത്തെടുത്തിരിക്കുകയാണ്, ആ ഭവനത്തിലെ ഒരു അവകാശി തന്നെ. പക്ഷേ ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സംസ്കാരത്തോടെ പെരുമാറേണ്ടത് ആ കുഞ്ഞിനെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവൻ്റെ തെരുവ് സംസ്കാരം പോകണം. കുടുംബജീവിതത്തിന് യോഗ്യമായ ഒരു സംസ്കാരത്തിൽ അവൻ എത്തണം. അവൻ്റെ അപ്പൻ അവന് 3-4 വർഷങ്ങളോളം എങ്ങനെയാണ് സംസ്കാരമുള്ളവനായി ജീവിക്കുക പഠിപ്പിച്ചു കൊടുത്തു. വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, ഒരു അതിഥി വന്നാൽ എങ്ങനെ മാന്യമായി സംസാരിക്കണം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. 4 വർഷം കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഇവൻ പാലിച്ചതുകൊണ്ട് അവൻ്റെ തെരുവ് സംസ്കാരം മുഴുവനായി മാറുകയും ഇപ്പോൾ ആ പിതാവിനെ പോലെ തന്നെ സംസ്കാരമുള്ളവനായി അവൻ മാറുകയും ചെയ്തു. നാം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. നാം തെരുവിൽ കിടന്നവരാണ്, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ദൈവക്രോധത്തിൻ്റെ മക്കളായിരുന്നു. നമ്മോട് കരുണ കാണിച്ചു. നാം ഇപ്പോൾ ദൈവത്തിൻ്റെ അവകാശിയാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ്. ഇനി ഈ ക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എങ്കിലാണ് തെരുവ് സംസ്കാരം പോവുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നാം വളർന്നു വരുന്നതിനെയാണ് രക്ഷ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം. രക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ആരാണോ നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് അത് കർത്താവ് യേശുവാണ്, സംശയമില്ല. ആ യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് നാം നടന്ന് അടുക്കണം. നമ്മുടെ രക്ഷ അത് പുരോഗമന സ്വഭാവമുള്ളതാണ്. നമ്മുടെ രക്ഷ വളരുന്നതാണ്. യേശു ക്രിസ്തു എന്ന തലയോളം വളരുന്നതാണ് ഈ രക്ഷ. ക്രിസ്തുവിനെ പോലെ തന്നെ നാം ജീവിക്കണം. അതിനായി ആരാണ് പരിശ്രമിക്കേണ്ടത്? നാം തന്നെയാണ് നമ്മുടെ രക്ഷ പ്രാവർത്തികമാക്കേണ്ടത്. പൗലോസാണ് പൗലോസിൻ്റെ രക്ഷ പ്രാവർത്തികമാക്കേണ്ടത്. പൗലോസിന് വേണ്ടി നമുക്ക് രക്ഷ പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല. എനിക്ക് വേണ്ടി നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടി എനിക്കോ രക്ഷ പ്രാവർത്തികമാക്കാൻ സാധ്യമല്ല. ഓരോരുത്തൻ അവനവൻ്റെ രക്ഷ പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. 2 താലന്ത് കിട്ടിയവന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് വീണ്ടും വർദ്ധിപ്പിക്കണം. 5 താലന്ത് കിട്ടിയവന് ഒരു ഉത്തരവാദിത്വമുണ്ട്, അത് വർദ്ധിപ്പിക്കണം. ഇതുപോലെ രക്ഷിക്കപ്പെട്ടവർക്ക് രക്ഷയിൽ നിലനിൽക്കാനും രക്ഷ പ്രാവർത്തികമാക്കാനും വലിയ ഉത്തരവാദിത്വം ഉണ്ട്. നാം രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം നിരവധി കൃപകളാൽ നമ്മെ അലങ്കരിക്കുകയാണ്. ദൈവകൃപയുടെ വിവിധങ്ങളായ ചെടികൾ ദൈവം നമ്മിൽ നടുകയാണ്. താഴ്മ എന്ന ചെടി നമ്മിൽ നടന്നു, വിശ്വാസം എന്ന ചെടി ദൈവം നമ്മിൽ നടന്നു, സഹനം എന്ന ചെടി ദൈവം നമ്മിൽ നടുകയാണ്. എളിമ, വിനയം, ഇങ്ങനെയുള്ള ഒട്ടനവധി ദൈവകൃപയുടെ ചെടികൾ നമ്മിൽ അവിടുന്ന് പാകുന്നുണ്ട്. നാം ആണ് അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തേണ്ടത്. ഒരുവൻ കൃഷി ചെയ്യുമ്പോൾ തൻ്റെ തോട്ടത്തിലെ ചെടികൾ വളരണമെങ്കിൽ അദ്ദേഹം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. ഇതുപോലെ ഏറ്റവും വിലപ്പെട്ട ദാനം രക്ഷ, ഇത് നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. അതിനെ കാത്തു സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മിൽ പ്രത്യാശ എന്ന ചെടി ദൈവം നട്ടിട്ടുണ്ട്, അതിനെ നാം വളർത്തണം. നമ്മിൽ വിശുദ്ധി എന്ന ചെടി ദൈവം നട്ടിട്ടുണ്ട്, ഇതെല്ലാം ദൈവകൃപയുടെ ചെടികളാണ്. ഇതിനെ പരിപോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഒരിക്കലൊരു സഹോദരൻ ക്യാൻസർ വന്നു.
മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടർക്ക് യാതൊരു ദൈവവിശ്വാസവുമില്ല. ഡോക്ടർ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, നീ മരിക്കാൻ പോവുകയാണ്. നീ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എന്താ കാര്യം? നിൻ്റെ ദൈവം എവിടെ? നിനക്ക് ഇത്രമാത്രം വിശ്വാസവും പ്രത്യാശയൊക്കെ ഉണ്ട്. നിൻ്റെ ഈ രോഗക്കിടക്കയിൽ നിൻ്റെ ദൈവം എവിടെ? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അദ്ദേഹം പ്രത്യാശയുള്ള വിശ്വാസിയാണ്. എൻ്റെ വീടിന് പുറഭാഗത്ത് മനോഹരങ്ങളായ മലകൾ എല്ലാം ഉണ്ട്. എന്നാൽ മഞ്ഞ് വരുമ്പോൾ ഞാൻ നോക്കിയാൽ ഈ മനോഹരങ്ങളായ മലകളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. അല്പസമയം കഴിയും, മഞ്ഞ് പോകും. മഞ്ഞ് വരുമ്പോഴും മഞ്ഞ് പോയാലും എപ്പോഴും മല അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതുപോലെ എനിക്ക് ക്യാൻസർ വരട്ടെ വരാതിരിക്കട്ടെ, എൻ്റെ ദൈവം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യാശയുടെ വാക്ക് പറയാൻ ആ സഹോദരന് കഴിഞ്ഞു. ആ പ്രത്യാശയുടെ ചെടികൾ വളർത്തണം. പ്രയാസങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, തളർന്നു പോകരുത്. ചിലപ്പോൾ മറ്റുള്ളവർ നമ്മുടെ പ്രത്യാശയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് വരാം. പ്രത്യേക രീതിയിലുള്ള സഹതാപങ്ങൾ നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുത്തിയെന്ന് വരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താ കാര്യം? നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരവും വരുത്തുന്നില്ല. നിങ്ങൾ നല്ല മനുഷ്യരാണ്, തെറ്റ് ചെയ്യുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കുന്നു, എന്നിട്ടും നിങ്ങൾക്ക് ഇതാണല്ലോ വന്നത്, ഇനി ഇതെല്ലാം സഹിക്കുക തന്നെ, വിധി തന്നെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ തളർന്നു പോകരുത്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും എതിർപ്പ് വരുമ്പോഴും രോഗം വരുമ്പോഴും ദൈവസ്നേഹത്തിന് ഭംഗം വരുന്നില്ല. അവിടുന്ന് നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലരിങ്ങനെ ചിന്തിക്കും, രക്ഷ ദൈവത്തിൻ്റെ ദാനം, കൃപയും ദാനമാണ്, എല്ലാം ദൈവത്തിൻ്റെ ദാനം, അതുകൊണ്ട് എല്ലാം ദൈവം ചെയ്യട്ടെ, ഞാൻ ഒന്നും ചെയ്യുകയില്ല. അത് പാടില്ല. രക്ഷയ്ക്കായി പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ട്? ദൈവം പ്രവർത്തിക്കുന്നവനായതുകൊണ്ട് നമ്മളും പ്രവർത്തിക്കണം. അല്ലാതെ എല്ലാം ദൈവം ചെയ്യട്ടെ, എല്ലാം ദൈവം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് അനുവാദം തന്നിട്ടില്ല. തീത്തോസ് 2:14 അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ബുദ്ധിതലത്തിൽ അംഗീകരിക്കുക, വിശ്വസിക്കുക. അതുമാത്രമല്ല, എന്താണോ നാം വിശ്വസിക്കുന്നത് അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. ചില നല്ല തത്വങ്ങൾ, നല്ല ഉപദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുക, എന്നിട്ടൊന്നും ചെയ്യാതിരിക്കുക. അതല്ല യഥാർത്ഥ ക്രിസ്ത്യാനിറ്റി. നാം വിശ്വസിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസ സംഹിതയാണ്, കൃപയാലുള്ള രക്ഷ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉപദേശ സംഹിത ലോകത്തിൽ എവിടെയും കാണുകയില്ല. ഇത്രയും ശ്രേഷ്ഠമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. യാക്കോബ് 2:14 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. രക്ഷ പ്രാപിക്കുകയില്ല. 5 വയസ്സുള്ള കുട്ടി 1-ാം ക്ലാസ്സിൽ അവനെ പഠിക്കാനായി കൊണ്ടുചെന്നിരുത്തി. അവൻ പഠിച്ചില്ല, അവൻ തോറ്റു. അവൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം പഠിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ 5-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഒക്കെ എത്തി. ഇവൻ പഠിക്കാത്തത് കൊണ്ട് ഒരേ ക്ലാസ്സിൽ അനേക വർഷം തോറ്റു കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷ എന്നുള്ളത് പുരോഗമന സ്വഭാവം ഉള്ളതാണ്. അത് വളരണം. അത് എത്രത്തോളം വളരണം? ആരാണോ നമുക്ക് രക്ഷ തന്നത് ആ ക്രിസ്തു എന്ന തലയോളം വളരണം. എന്തിനാണ് നമുക്ക് ഇത്ര വലിയ രക്ഷ തന്നത്? ക്രിസ്തുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തോട് നിങ്ങൾ ഇന്നതും 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 ചേർക്കണം. ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, ഇനിയൊന്നും ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ആ വിശ്വാസത്തെ വളർത്താതെ മുരടിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ വിശ്വാസത്തോടു കൂടെ ഇന്നതും 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 കൂടെ ചേർക്കണമെന്നാണ് പത്രോസും പറയുന്നത്. വായിക്കാം. 2 പത്രോസ് 1-ാം അധ്യായം
5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും, സുകൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ ഭക്തി കൊണ്ടും, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണ്ണമാക്കുവാൻ നന്നായി ഉത്സാഹിക്കുവിൻ. ഇവ നിങ്ങളിൽ ഉണ്ടായിരിക്കുകയും സമൃദ്ധമാവുകയും ചെയ്താൽ നിങ്ങൾ പ്രയോജനശൂന്യരും ഫലരഹിതരുമാകാതിരിക്കാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സഹായിക്കും. ഇവയില്ലാത്തവൻ അന്ധനും ഹ്രസ്വദൃഷ്ടിയും പഴയ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടു എന്ന കാര്യം വിസ്മരിക്കുന്നവനുമാണ്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. നമ്മുടെ വ്യക്തിപരമായ അധ്വാനവും പരിശ്രമവും ഇല്ലാതെ ഈ രീതിയിലുള്ള അനായാസേന സ്വർഗരാജ്യം പ്രാപിക്കുന്ന അവസ്ഥ നമുക്ക് ലഭിക്കുകയില്ല. ചിലർ കരുതുന്നത് എല്ലാം ദൈവം ചെയ്തുകൊള്ളും, നമുക്ക് വെറുതെ ഇരിക്കാം. എന്നാൽ പൗലോസ് പറയുന്നത് നിങ്ങൾക്കൊരു റോളുണ്ട്. നിങ്ങളുടെ രക്ഷ നിങ്ങൾ പ്രാവർത്തികമാക്കണം, നിങ്ങൾ അധ്വാനിക്കണം. എല്ലാം ദൈവം ചെയ്യട്ടെ, അങ്ങനെയല്ല. നിങ്ങൾ അധ്വാനിക്കാതെ നിങ്ങൾക്ക് രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ സാധ്യമല്ല. രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കാൻ മറ്റൊരു ഉദാഹരണം പറയുകയാണ്. ഒരു ദരിദ്രനായ കർഷകൻ, അദ്ദേഹത്തിന് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സ്വന്തമായ നിലമില്ല. അദ്ദേഹത്തോട് കരുണ തോന്നി ഒരു ധനവാൻ ഒരു ഭൂപ്രദേശം അദ്ദേഹത്തിന് നൽകി. കൃഷി ചെയ്യാനായിട്ട് സ്ഥലം കിട്ടി. ഇദ്ദേഹത്തിന് ഒരിക്കലും ആ വലിയ ഭൂപ്രദേശം കാശ് കൊടുക്കാൻ സ്വന്തമാക്കാൻ നിവൃത്തിയില്ല. അത് സൗജന്യമായി കിട്ടിയപ്പോൾ ആ കർഷകൻ അതിൽ വിത്ത് വിതച്ചു, വളം എല്ലാം ഇട്ടുകൊടുത്തു. അദ്ദേഹം കഠിനമായി അധ്വാനിച്ചു. ദൈവം അദ്ദേഹത്തിന് നല്ല കാലാവസ്ഥ നൽകി, മഴ നൽകി, വെയിൽ നൽകി. തക്ക സമയത്ത് ധാരാളം വിളവുണ്ടായി. ഇവിടെ സംഭവിച്ചത് കർഷകൻ കഠിനമായിട്ട് അധ്വാനിച്ചു, ദൈവം അദ്ദേഹത്തിന് നല്ല കാലാവസ്ഥയും മഴയും വെയിലും നൽകി. ഇതുപോലെയാണ് രക്ഷ പ്രാവർത്തികമാക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കൊരിക്കലും രക്ഷ നമ്മുടെ സ്വന്തം ശ്രമം കൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല. ആ പാവപ്പെട്ട കർഷകന് വലിയൊരു ഭൂമി സ്വന്തമാക്കാൻ പറ്റാത്തതുപോലെ നമ്മുടെ സ്വന്തം ശ്രമം കൊണ്ട് നമുക്കൊരിക്കലും രക്ഷ സ്വന്തമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം നമുക്ക് രക്ഷ സൗജന്യമായി തരികയാണ്. രക്ഷ സൗജന്യമായി കിട്ടിയവർ അധ്വാനിക്കണം, കിളയ്ക്കണം. അതിൽ ദൈവം നട്ടിട്ടുള്ള നല്ല ചെടികളെ നാം വളർത്തണം, അധ്വാനിക്കണം. രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ അധ്വാനം ഫലമണിയുവാൻ ദൈവം തക്ക സമയത്ത് മഴയും വെയിലും അയക്കും. അങ്ങനെ രണ്ടു പേർക്കും ഇതിൽ പങ്കുണ്ട്. ദൈവത്തോട് സഹകരിച്ച് നാം അധ്വാനിക്കുമ്പോൾ രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരും. അങ്ങനെ നമ്മുടെ പ്രാകൃത സ്വഭാവമെല്ലാം മാറി നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളർച്ച പ്രാപിക്കും. ഇതിന് നമ്മുടെ ഭാഗത്ത് ഒരു അധ്വാനമുണ്ട്. നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. ആ കർഷകൻ ദൈവം നൽകുന്ന നല്ല കാലാവസ്ഥയ്ക്കനുസരിച്ച് താൻ അധ്വാനിച്ചപ്പോൾ നല്ല വിളവുണ്ടായതുപോലെ നാം രക്ഷ പ്രാവർത്തികമാക്കുമ്പോൾ ഇതാ ദൈവം നമുക്ക് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികളാകുവാൻ കൃപ ചെയ്യുകയാണ്. ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ ചില തത്വസംഹിതകൾ പഠിക്കുന്നതല്ല. ഒരു തിയോളജി എക്സാമിനേഷൻ പാസ്സാകുവാൻ തക്ക രീതിയിലുള്ള ചില അറിവുകൾ സമ്പാദിക്കുക, അതുമാത്രമല്ല ഈ ക്രിസ്തീയത എന്ന് പറഞ്ഞാൽ. കർത്താവിന് വേണ്ടി സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കണം. എന്തിനു വേണ്ടിയാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്? സദ്ഫലങ്ങൾ നമ്മിൽ നിന്ന് ഉളവാകണം. അതിനാരധ്വാനിക്കണം? നാം അധ്വാനിക്കണം. നാം അധ്വാനിക്കുമ്പോൾ നമ്മുടെ അധ്വാനം ഫലമണിയുവാൻ വേണ്ട എല്ലാ അനുകൂലമായ കാലാവസ്ഥയും കർത്താവ് നൽകും. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, നമുക്ക് വായിക്കാം. യോഹന്നാൻ 15:16, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുവെന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നാം രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം അവസാനിക്കുകയല്ല, നമ്മുടെ അധ്വാനം വർദ്ധിക്കുകയാണ്. ഒരു ഭാഗത്ത് സദ്ഫലങ്ങൾ നമുക്ക് പുറപ്പെടുവിക്കണം, മറുഭാഗത്ത് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് അലസമായൊരു ജീവിതം നയിക്കാൻ സാധ്യമല്ല. അവരുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഒരു ഭാഗത്ത് സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കണം,
മറുഭാഗത്ത് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി ജയിക്കണം. നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല അസാന്നിധ്യത്തിലും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുവിൻ. രക്ഷ പ്രാവർത്തികമാക്കേണ്ടത് ഭയത്തോടും വിറയലോടും കൂടെ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പിശാചിൻ്റെ തടവറയിലായ എല്ലാ വ്യക്തികളും ദൈവത്തെ ഭയപ്പാടോടെ കാണുകയാണ്. ദൈവക്രോധം അവരുടെ നേരെ വന്നു നിൽക്കുന്നുണ്ട്. സ്വർഗമല്ല നരകമാണ് അവരുടെ മുന്നിൽ. അതുകൊണ്ട് അവർക്ക് ദൈവത്തോട് സമീപിക്കാൻ ഭയമാണ്. അങ്ങനെയുള്ള ഭയമല്ല ഇത് രക്ഷിക്കപ്പെട്ടവരോട് പറയുന്ന കാര്യമാണ്. ദൈവത്തോട് അടുക്കാനുള്ള ഭയം പരിശുദ്ധാത്മാവ് മാറ്റി തന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നു. റോമാലേഖനം 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാൻ ഭയം, ആ ഭയം രക്ഷിക്കപ്പെട്ടപ്പോൾ മാറി. പരിശുദ്ധാത്മാവ് അത് നീക്കി തന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. ദൈവം ഇപ്പോഴും ദൈവമായിട്ട് നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ടവരായാലും തുടർന്നും ദൈവത്തെ ഭയത്തോടെ അനുസരിക്കേണ്ട ആവശ്യമുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായി, ദൈവക്രോധം നമ്മിൽ നിന്ന് മാറി, ശരിയാണ്. എങ്കിലും ദൈവത്തെ തുടർന്നും ഭയത്തോടും വിറയലോടും കൂടെ തന്നെയാണ് നാം സേവിക്കേണ്ടത്. എബ്രായ ലേഖനം 12 28-29 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. നാം ഇളകാത്ത രാജ്യം പ്രാപിച്ചു കഴിഞ്ഞിട്ടില്ല. അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു പ്രബോധനത്തിന് പ്രസക്തിയില്ല. ആ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് വരെയും ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ സേവിക്കണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം സ്നേഹമാണ്. അതേപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ മറ്റൊരു സവിശേഷത ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. സങ്കീർത്തനങ്ങൾ 2:11 ഭയത്തോടെ യഹോവയെ സേവിക്കുവിൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവിൻ. ഇവിടെ ഉദ്ദേശിക്കുന്ന ഭയം ദൈവമക്കളല്ലാത്ത കാലത്തുള്ള ആ പഴയ ഭയമല്ല. ദൈവമക്കളായതിനു ശേഷം വളരെ സൂക്ഷ്മതയോടെ നാം ജീവിക്കണം. പിശാചുണ്ട്, പ്രലോഭനമുണ്ട്, നശിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ലോകമോഹങ്ങളുണ്ട്. അതിൻ്റെ നടുവിലാണ് നാം. അതുകൊണ്ട് നമ്മുടെ കാലടികൾ വഴുതിപ്പോകാതെ ശ്രദ്ധയോടെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകണം. എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുമോ? അതിനു വേണ്ടിയാണ് ഈ വിറയലും ഈ ഭയവും. എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ സാമ്പത്തിക കാര്യത്തിലെ ക്രയവിക്രയങ്ങൾ കൊണ്ട് ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുമോ? ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി പറയുകയോ ചെയ്യുമോ? ഇതാണ് ഒരു ദൈവപൈതലിൻ്റെ ഭയം. ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഒരു മലകയറ്റം പോലെയാണ്. വലിയ മല, അതിൻ്റെ മുകളിലേക്ക് പോകുന്തോറും കാൽ ചുവടുകൾ വളരെ ശ്രദ്ധയോടെ വയ്ക്കണം. ഉയരത്തിലേക്ക് എത്തുന്തോറും വളരെ ശ്രദ്ധയോടെ കാൽ ചുവടുകൾ വയ്ക്കണം. കാരണം താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. വീണാൽ വല്ലാത്ത അപകടം പറ്റും. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷ്മതയോടെ ഓരോ ചുവടും വയ്ക്കണം. അല്ലെങ്കിൽ കാലടി തെറ്റി താഴേക്ക് വീഴും. ബ്രെയിനിൽ ഒരു ട്യൂമർ വന്നു, ഡോക്ടർ ഓപ്പറേഷൻ നടത്തുകയാണ്. എങ്ങനെയായിരിക്കും അദ്ദേഹം ഓപ്പറേഷൻ നടത്തുക? വളരെ ശ്രദ്ധയോടെ. അദ്ദേഹം ശ്രദ്ധിച്ചില്ല എങ്കിൽ രോഗി മരിക്കും. ഇതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയത്തോടും വിറയലോടും കൂടെ നാം കഴിക്കണം. കാരണം പാപം ചെയ്യാനും പ്രലോഭനത്തിൽ വീഴാനും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ഉൾപ്പെടാനുമുള്ള സാധ്യത നിരവധിയാണ്. അതുകൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പ്രാവർത്തികമാക്കണം. കുടുംബജീവിതം ഭയമുണ്ടായിരിക്കണം, വിറയലുണ്ടായിരിക്കണം. എൻ്റെ വാക്കുകൾ, പ്രവൃത്തി ദൈവത്തിന് പ്രസാദകരമാണോ? നമ്മുടെ ആരാധനാ ജീവിതം ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. നമ്മുടെ വചന ശുശ്രൂഷ അത് ഭയത്തോടും വിറയലോടും കൂടെ നാം ചെയ്യണം. നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന വികലമായ ചില ആശയങ്ങളും ഒന്നും വിളിച്ചു പറയാനുള്ളൊരു വേദിയല്ല വചന ശുശ്രൂഷ എന്നുള്ളത്. അപ്പസ്തലനായ പൗലോസ് എല്ലാവരേക്കാൾ കൂടുതൽ വചനമറിയാവുന്നവനാണ്. എന്നിട്ടും പറയുന്നത്
ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് വിശ്വാസികളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പോലും ഇത്രമാത്രം വചനം അറിഞ്ഞവനാണ് എങ്കിൽ പോലും മറ്റുള്ളവരുടെ പ്രാർത്ഥനാ സഹായം ഈ കാര്യത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം ഇത് വളരെ ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ മാത്രമല്ല, മൊത്തം ക്രിസ്തീയ ജീവിതം ഗൗരവമുള്ളതാണ്. അതിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല. എഫേസ്യർ 6:19-20 വരെ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ എല്ലാ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും കണക്ക് ബോധിപ്പിക്കുവാൻ ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുന്നത് കൊണ്ട് ഭയത്തോടും വിറയലോടും കൂടെ ഈ പ്രവാസകാലം നാം കഴിക്കണം. എൻ്റെ ആദ്യ സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ, ഞാൻ ലോകസ്നേഹിയാകുമോ, ആ കാര്യത്തെ പ്രതി നമുക്ക് ഭയവും വിറയലും ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ അശുദ്ധിയുടെ കറയും ചെളിയും പുരളുമോ, ആ കാര്യത്തെക്കുറിച്ച് ഭയവും വിറയലും നമുക്കുണ്ടായിരിക്കണം. എൻ്റെ ഭക്തി കർത്താവിന് പ്രസാദകരമാകുന്നുണ്ടോ, മരണം വരെയും ഭയവും വിറയലും ഉണ്ടായിരിക്കണം. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ, അതോടൊപ്പം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് തന്നെ കൊടുക്കണം. ഏത് മേഖലയിലും ദൈവത്തിൻ്റെ രാജ്യത്തിന് പ്രാധാന്യം, ദൈവത്തിൻ്റെ നീതിക്ക് പ്രാധാന്യം, അത് കൊടുക്കുന്നതിൽ നമുക്കൊരു ഭയവും വിറയലും ഉണ്ടായിരിക്കണം. ലോകത്തിൻ്റെ ശക്തമായ ഒഴുക്ക്, അതിൽപ്പെട്ട് ഞാൻ ഒഴുകിപ്പോകരുത്, അതിനെതിരായി പ്രവർത്തിക്കുവാൻ ഒരു ഭയവും വിറയലും എനിക്ക് വേണം. നഷ്ടപ്പെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയെ ഭയത്തോടും വിറയലോടും കൂടെ മുറുകെ പിടിക്കാൻ പറയുന്നത്. ചില വാക്യങ്ങൾ എബ്രായ ലേഖനം 4:1-2 വരെ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ടവചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എബ്രായ ലേഖനം 12:25 POCയിൽ നിന്ന് വായിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ, അതായത് ദൈവത്തെ നിരസിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അതുകൊണ്ട് രക്ഷ പ്രാവർത്തികമാക്കണം, രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. എങ്ങനെ? ഭയത്തോടും വിറയലോടും കൂടെ. എബ്രായ ലേഖനം 12:14-17 വരെ POCയിൽ, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണുനീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കുവാൻ അവന് അവസരം ലഭിച്ചില്ല. പല വിശ്വാസികളും ശുശ്രൂഷകന്മാരും ഇന്ന് ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവർ ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നത് രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാനല്ല. പിന്നെയോ അവർ ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നത് നല്ല വീട് വയ്ക്കാൻ കഴിഞ്ഞില്ലല്ലോ, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്പം പണം സമ്പാദിക്കുവാൻ എത്ര പരിശ്രമിക്കുന്നോ സാധിക്കുന്നില്ല, അതോർത്ത് ഭയവും വിറയലും. സ്തോത്രക്കാഴ്ചയിൽ പണം കുന്നുകൂടുന്നില്ലല്ലോ, ഭയവും വിറയലും. കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് അഡ്മിഷൻ കിട്ടുവാൻ എത്ര പരിശ്രമിച്ചു, കിട്ടുന്നില്ലല്ലോ, വല്ലാത്ത ഭയവും വിറയലും. ഈ സഭയിൽ നല്ല വരുമാനമുണ്ട്, അയ്യോ ഇനി ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിയമനം ലഭിക്കുമോ, എൻ്റെ അവസ്ഥ എന്താകും, വരുമാനം കുറയുമോ, ഭയവും വിറയലും. ചിലർക്ക് ഭയവും വിറയലും വരുന്നത് സഭാരാധന ലീഡ് ചെയ്യുമ്പോഴാണ്. ആകെക്കൂടി 3 മണിക്കൂറാണ്. അതിൻ്റെ ഇടയിൽ പ്രബോധനം, സാക്ഷ്യം പറച്ചിൽ, സങ്കീർത്തന വായന ഒക്കെ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിയണം. എങ്ങനെ സമയം കിട്ടും? വല്ലാത്ത വിറയലും വല്ലാത്ത പേടിയുമാണ്. അതുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗം പറയുകയാണ്, സമയക്കുറവ് മൂലം ചുരുക്കുകയാണ്. വല്ലാത്ത ഭയവും വിറയലും അവരെ പിടികൂടുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഭയവും വിറയലുമല്ല ഇവിടെ ഈ വാക്യത്തിൽ നാം കാണുന്നത്.
നിങ്ങളുടെ രക്ഷയ്ക്കായി ഭയവും വിറയലും നിങ്ങൾ കാണിക്കണം. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ വാസ്തവമായി എത്രത്തോളം രക്ഷ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുവാൻ ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്? പലരും ഭയക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നത് എൻ്റെ ഭാവി എന്താകും,